ഒഴിയാബാധ പോലെ മൂടിയിരിക്കുന്ന ഒന്നാണല്ലോ പ്രേത സീരിയലുകൾ. പ്രേതങ്ങളെയും പ്രേത സീരിയലുകളെയും കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ഞെട്ടി വിറച്ചിരിക്കുകയാണ്. പ്രേത പരമ്പരകൾ സ്ഥിരമായി കാണുന്ന ഒരു കൊച്ചു വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. ചുണ്ണാമ്പുണ്ടോ? ഇല്ല, പാൻപരാഗുണ്ട്, അത് മതിയാ. എനിക്ക് ദാഹിക്കുന്നു. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്ക് ചോര വേണം. തൽക്കാലം വേണമെങ്കിൽ കൊക്കക്കോള തരാം. കൊക്കക്കോള തന്നെ കൊല്ലാൻ നോക്കുന്നോ? ഞാൻ ആരാണെന്നറിയാമോ? ആരാണ്? ഞാൻ കണ്ണാൻ കണ്ടില്ലേ? അയ്യോ, എന്നെ കൊന്നേ. ചേട്ടാ, എന്താ ഭാര്യയുടെ അസുഖം ഇതുവരെ കുറഞ്ഞില്ല ചേട്ടാ? എന്റെ പൊന്നു, ഈ പ്രേതനീരിൽ തീരാതെ അവക്കടെ അസുഖം കുറയ്ക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താ ചേട്ടാ? എടാ, 7 പാലം ഇരുന്നപ്പോ കുറച്ച് കുറഞ്ഞു വന്നതാ. അപ്പോഴേക്കും കടമറ്റത്ത് കത്തനാട് തുടങ്ങി. അപ്പൊ പിന്നെയും കൂടി. അത് കഴിഞ്ഞിട്ട് അയിലേക്കാവോ ഇനിയിപ്പൊ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതെ ചേട്ടാ, ഇത് ഇങ്ങനെ വച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല ചേട്ടാ. ശരിയാവില്ല, എനിക്കും അറിയാം. അതുകൊണ്ടൊരു കാര്യം നീ കൊണ്ടുപോയിക്കോ. ഇതിനെങ്കിലും ഒഴിവാക്കണല്ലോ. അതിന് ചേട്ടൻ പേടിക്കണ്ടേ? അതിന് പറ്റിയ ഒരാളെ കൊണ്ടല്ലേ ഞാൻ വന്നേക്കുന്നത്. അതാരാണ്? കേട്ടിട്ടില്ലേ? മേപ്പാടത്ത് കീഴ്പ്പാടം തിരുമേനി. തിരുമേനി ഞാനല്ല വാദ. ഇതായിരിക്കും വാദ. ഒഴിഞ്ഞു പോടാ വാദ. നിന്റെ അകത്താണ് വാദം എനിക്കറിയാം. അതാ പറയുന്നത് ഒഴിഞ്ഞു പോകാം. എന്റെ അകത്തല്ല, വാദ വീടിന്റെ അകത്താണ്. വീടിന്റെ അകത്താണോ? എന്നാ പിടിച്ചോ. ചെമ്പല ജീരക വിത്തല്ല പരിപ്പാകുന്നേ. കൊട്ടപ്പ കൊട്ടാക കൊള്ളപ്പ കുഞ്ഞാക ഏതൊരു കുഞ്ഞികൾ പാവ ഒരു അയൽവാസിയാ. കണ്ടിട്ടൊരു ദരിദ്രവാസിയുടെ ലുക്ക്. ഞാൻ ശരിയാക്കില്ല. നിനക്ക് ഞാനാണെന്നറിയില്ല. ചുട്ട കോഴിയെ പറപ്പിച്ചവനാണ് ഞാൻ. ചുട്ട കോഴിയെ തിന്നവനാണ് ഞാൻ. ഒഴിഞ്ഞു പോടി. പോകില്ല. ഒഴിഞ്ഞു പോകാൻ. പോകില്ല. ഒഴിഞ്ഞു പോകാൻ. പോകില്ല. നീ പോകില്ലേ? പോകില്ല, പോകില്ല, ലലലലല, പോകില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ പോകൂല. ഞാൻ പറഞ്ഞില്ലേ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകൂല. ഞാൻ പറഞ്ഞില്ലേ പോകുന്നു. നിർത്ത്. പോകാനുള്ള തന്നെ പോയി. എന്റെ 4 പല്ലി. അയ്യോ,
ശരിയാതെ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഒളിമ്പിക്കിൽ ഡിപ്ലോമയുള്ള കപ്പലാരെ തന്നെ വിളിക്കാം. എന്നാ പെട്ടെന്ന് വിളിക്ക്. എന്റെ ഒന്ന് കപ്പലാരെ. എല്ലാവരും കൂടി മൂക്കുത്ത് നിൽക്കുന്നത് 15 എപ്പിസോഡ് ആലോചിച്ചു. ഇനിയെങ്കിലും ഓഹോന്ന് ഒരു കഴിയാൻ പാടില്ല. വീട്ടിലെ കാര്യം പറഞ്ഞു പോയി. അച്ഛോ, എങ്ങനെയെങ്കിലും ഈ ബാധ ഒന്ന് ഒഴിപ്പിക്കണം. ഇതാണോ ബാധ? അയ്യോ, ഇത് ബാധയല്ല, ഇത് ഒഴിപ്പിക്കാൻ വന്നതാ. ഇതിപ്പോ ഞങ്ങൾക്കൊരു ഒഴിയാ ബാധയായി. ഇതല്ലോ ബാധ, എന്റെ പെണ്ണുമുള്ളക്കാണോ ബാധ? ആ സീരിയലിലേക്ക് ബാധ കൂടി കാണിച്ചോ. ഓ, ഞാനപ്പോഴേക്ക് നിർത്തുക പോയി. പിന്നെ കൂടെ ഉപയോഗിക്കുന്ന ചാത്തനും മല്ലയ്ക്കും കുറിച്ച് കാശ് കൊടുക്കാതെ ലാഭം വന്നതാണ്. മുട്ടിയാൽ തുറക്കപ്പെടും എന്നാണല്ലോ പ്രമാണം. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി അവിടെ കുത്തിയിരുന്ന മുട്ടിയിട്ട് തുറന്നില്ലല്ലോ. നീ എവിടാ പോയി മുട്ടിയത്? നമ്മുടെ റെയിൽവേ കോളനിയിലുള്ള കമ്പനിയുടെ വീട്ടിൽ. ഞാനൊരു അടിപൊളി മന്ത്രവാദിനെ വിളിക്കാം. ആരാത് കേട്ടിട്ടില്ലേ? സകല ദേശത്തെ ബാലകളെയും പ്രേതങ്ങളെയും മസിൽ കാട്ടി പേടിപ്പിച്ച് അരിവാട് കൊണ്ട് വെട്ടിലെടുത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് നക്ഷത്രം പിടിക്കുന്ന അച്ചുമഹാ മന്ത്രവാദി തിരുവടികാരി. എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? എന്റെ പെണ്ണുമ്പോഴുടെ ബാധ അങ്ങനെ ഒഴിപ്പിക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും ബാധയെ ഒഴിപ്പിക്കാൻ പറ്റില്ല. അതെന്താണ്? ആദ്യം ലോക്കൽ കമ്മിറ്റിയിൽ ഒരു ഹോമകുണ്ടമുണ്ടാക്കി ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുപോയൊരു ഹോമം നടത്തി അവിടെ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പൂജ കഴിച്ച് കൊണ്ടുപോയി വ്രതമിരുന്ന് അവിടെ നിന്ന് അംഗീകാരം കിട്ടിയാൽ മാത്രമേ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റൂ. അത് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇറങ്ങി വാടി ബാധ. അങ്ങനെ വെറുതെ വിളിച്ച ബാധ ഇറങ്ങി വരില്ല. മന്ത്രം ചൊല്ലണം. ഓഹോ, ഇന്നാ പിടിച്ചോ. ലാസലാം 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 സ്വാഹ. ഇൻകുലാബ് 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 സ്വാഹ. ഉന്നതിവാൾ അമ്പിളിയിൽ കല്ലെറിയുമ്പോൾ ഇറങ്ങി വാടി ബാധ. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാധയാണ്. ഈ ബാധയെ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലും വലിയ ബാധയായിരുന്നു. ഈ ബാധനെ ഞാൻ എങ്ങനെ ഒഴിപ്പിക്കും? എന്റെ പൊന്നുമാരേട്ടാ, ഇതിലും വലിയ ബാധ ഒഴിപ്പിച്ച ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാണെന്നോ? 3 വർഷമായിട്ട് കസേരയിൽ കയറി കൂടി ഒരു ബാധയുണ്ടല്ലോ, നിസ്സാര സമയം കൊണ്ട് ഒഴിപ്പിച്ചത് അയാള്. അതാരാടാ ഉവേ? ഞാനാണ് ഉവേ. അതെവിടെയുണ്ടോ? അവിടെ ഞാനുമുണ്ട്. തന്റെ വീട്ടിലുമുണ്ടല്ലോ 2 ബാധകൾ. താനിവിടെ ഉണ്ടായിരുന്നില്ലേ? താൻ എവിടെയോ ബാധ ഒഴിപ്പിക്കാൻ ചെന്നിട്ട് ആരോ കരിങ്കുടി കാണിച്ചെന്ന് കേട്ടല്ലോ. അവിടെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ചവിട്ടിയാകുമ്പോൾ ഞാൻ പിടിക്കാൻ തന്നെ. തനിക്കെന്നെ അത്രയ്ക്കിഷ്ടമാണല്ലേ? തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ കരിങ്കുടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് തന്നെ തന്നെ കാണിച്ച് ആ കൊടിയുടെ വില കളഞ്ഞല്ലോ എന്റെ ഗുരുവായൂരപ്പാ. നിങ്ങൾ ആ ബാധയെ ഒന്ന് ഒഴിപ്പിക്കും. എവിടെ ബാധ? അവിടെ ഞാൻ എന്റെ തറവാട്ടിൽ കൊണ്ടുപോയി ഞാൻ തളക്കും. തന്റെ ഒരു താറാവാണ്. എടോ, ഞങ്ങളുടെ തറവാട്ടിനെ കുറിച്ച് തനിക്കറിയില്ല. ഞങ്ങളുടെ തറവാട്ടിൽ സ്വാമി വിവേകാനന്ദൻ വരെ താമസിച്ചിട്ടുണ്ട്, അറിയാമോ? അതിനുശേഷമായിരിക്കും വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. വിവേകാനന്ദൻ എന്താ പറഞ്ഞത്? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്.
ബ്യൂറോയാ പറയുന്നത് ഇറങ്ങി വരരുത്. ഞാനാ പറയുന്നത് ഇറങ്ങി വാരി വാലേ. ഞാനാ പറയുന്നത് ഇറങ്ങി വാടി ഇതെന്താ ഇടപെടാൻ വാലേ? ഇതെന്തെങ്കിലും വരാത്തത്? അവൾ വന്നെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതെന്ത് വഴിയാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയലുണ്ട്, അതിലെ ഒരു പാട്ടിട്ടാ മാത്രം മതി. എന്നാ വേഗം പാട്ട് കേൾപ്പിച്ച്. കണ്ടാ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അവൾ വരുന്നുണ്ട്. ഈ വാലേ ഇന്നോടെ പറഞ്ഞത് ഒഴിഞ്ഞു പോവാൻ. ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോകില്ല. ആ എന്റെ ഗുരുവായൂരപ്പ, എന്റെ മകനുടെ അതേ സ്വഭാവം. എടി ഇന്നോടെ പറഞ്ഞത് ഇങ്ങോട്ട് വരേ. എടി ഇങ്ങോട്ട് ഇറങ്ങി വരേ. താങ്കളൊന്ന് പോണം. എന്റെ മകന്റെ അതേ സ്വഭാവം. എടി നിന്നോട് ഞാനാ പറഞ്ഞത് മര്യാദക്ക് ഒഴിഞ്ഞു പോവാൻ. ഇല്ല, ഇവിടെ മുഴുവൻ നശിപ്പിക്കരുത്. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. എന്റെ അതേ സ്വഭാവം. ഞാൻ എന്തൊക്കെ ചെയ്താലും ഈ ബാധയെ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഈ ബാധ ഒളിപ്പിച്ചെന്നാ ഞാൻ ഇവിടുന്ന് പോവും. ഈ ബാധയെ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ എനിക്ക് ഒഴിപ്പിക്കാൻ ഈ ബാധ